ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ആൺകുട്ടികളായാലും ഇപ്പം വലിയ ആൾക്കാരായാലും എത്ര പേര് നമ്മളെ വീട്ടിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം ചേച്ചി ഉണ്ടാവും, ചേച്ചി ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടാവും, ആ ചേച്ചി ഒന്ന് സഹായിക്കുക, കിച്ചണിലായാലും എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇല്ലാത്തവരെല്ലാം രാവിലെ ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴല്ലെങ്കിൽ കാപ്പി പിടിക്കുന്ന സമയത്ത് ചെന്നിരുന്നിട്ട് എന്തായി റെഡിയായോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന് കഴിക്കാനിരിക്കും. പിന്നെ കഴിച്ചിട്ട് കുറേ കുറ്റങ്ങൾ പറയും അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക്. എന്നിട്ട് നമ്മൾ പല കുറ്റങ്ങൾ അവരെക്കുറിച്ച് പറയുകയും ചെയ്തും അവർ നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കാര്യങ്ങൾ. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റി നോക്കൂ. അവരോട് ഇരുന്നിട്ടൊന്ന്, ഇപ്പം അമ്മയായാലും അമ്മ രാവിലെ തൊട്ടിട്ട് അമ്മയും ഇപ്പം ഭാര്യമാരൊന്നും ഇല്ലാത്തവരാണെങ്കിൽ മക്കളായാലും രാവിലെ തൊട്ട് അവർ എണീറ്റ് ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരാ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും എപ്പോഴും അല്ലേ? അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഓരോ കാര്യങ്ങൾ ചെയ്ത് ചിലപ്പം കാലുവേദന കൈവേദനയൊക്കെ കാണും കുറച്ച് വയസ്സായി വരും തോറും. അപ്പോൾ നമ്മളൊന്നും കുറേ പേരൊന്നും ചെയ്യാറില്ല. വെളിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് പോവും, എല്ലാം ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരുടെ അടുത്ത് കിടന്ന് ചാടിയിട്ടായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അടുത്ത്, പിള്ളേർ 2ഉം 3ഉം ഒക്കെ കാണും ചിലപ്പം. എങ്കിലും ഒരു സപ്പോർട്ടൊന്നും ഇല്ലാതെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ആ സ്ട്രാറ്റജി ഒന്ന് മാറ്റി നോക്കൂ. ഒന്ന് അവരെ കൂടെ ഇരുന്നിട്ട് രാവിലെ തന്നെ എണീറ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക സന്തോഷത്തോടു കൂടി. ഇല്ലാതെ ഇപ്പം നമുക്ക് ഒരു കാര്യത്തിലും, പിന്നെ ചില ആൾക്കാരുണ്ട് എല്ലാത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ അങ്ങോട്ട് അതെടുത്തില്ല, അത് വൃത്തിയാക്കുന്നില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഒരാളെ ഞാൻ ഒരു വീട്ടിൽ എണീറ്റ് ഓടാൻ രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്ന കുറ്റം അത് കുറ്റം, നീ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട്. ആ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചില ആൾക്കാരുണ്ട് ഒരു കാലം വീട്ടിലിപ്പം കട്ടിലൊരു തോർത്ത് ആരെങ്കിലും മറന്നിട്ടതായിരിക്കാം, അത് കണ്ടു കഴിഞ്ഞാൽ അവരെടുക്കൂല, മറ്റവരെ നോക്കി നിൽക്കുക അതെടുക്കാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്യാതെ നമ്മൾ തന്നെ അതെടുത്ത് മാറ്റിയിടുക. പിന്നെ എല്ലാവരും ഒന്ന് ദേഷ്യം ഒക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് സൗഹൃദമായിട്ട് പിന്നെ ഒരു ചായയൊക്കെ ഇട്ട്, ഇപ്പോൾ അമ്മയായാലും അമ്മേരെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ പറയുക. പിന്നെ അവരെ കൊണ്ട് പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് പിള്ളേരുമായിട്ടൊക്കെ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയി ആ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറി നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് വലുതെന്നുള്ള ഒരിത് അല്ലാതെ താഴ്ന്നു വന്നിട്ട് ഒരുമിച്ച് ഒരു പിണക്കം വന്നാലും ഒരു ദിവസത്തിനപ്പുറം പോവാതിരിക്കുക. എങ്കിൽ കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് തന്നെ പോകും. അവരുടെ വിഷമങ്ങൾ സ്ത്രീകളുടെ ഇപ്പോൾ അമ്മയുടെ ആയാലും നമ്മളൊന്ന് പോയി നോക്കുക. അവർക്ക് കാലുവേദന കൈവേദനയൊക്കെ കാണും, എങ്കിലേ അവർ പറയുള്ളൂ ആശുപത്രിയിൽ പോകണം. അതുപോലെ തന്നെ ഭാര്യമാരുടെ അടുത്തായാലും ഇരുന്നൊന്ന് നിങ്ങൾ സംസാരിച്ച് നോക്കൂ.